നമസ്കാരം. കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേൽക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നുള്ളത് വലിയ ചോദ്യമായിട്ട് നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 5 വർഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളത് വസ്തുതയാണ്, സത്യസന്ധമായ കാര്യമാണ്. അതായത് ജനങ്ങളെടുത്തൊരു തീരുമാനമാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി. പക്ഷെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജനങ്ങൾക്ക് നൽകിയ പലതരത്തിലുള്ള വാഗ്ദാനങ്ങൾ അതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഒരു അവസ്ഥയിൽ 10 വർഷക്കാലത്തെ LDF ഭരണത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അതെന്തൊക്കെയാണ്? വെല്ലുവിളികൾ മാത്രമേ ഉള്ളൂ. അതായത് കേരളത്തിലെ എല്ലാ വകുപ്പുകളും ഏതാണ്ട് കുളം കോരിയ അവസ്ഥയിലാണ് വകുപ്പുകൾ നിൽക്കുന്നത്. ഖജനാവാണെങ്കിൽ ശ്രീ വി ഡി സതീശന്റെ ഭാഷയിൽ പൂച്ച വെച്ച് കിടക്കുന്ന ഖജനാവ്. ഇത് രണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാമെന്ന് വെച്ചാൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പേ പ്രതിപക്ഷത്തിന്റെ സമരം ആരംഭിച്ചു. വോട്ടെണ്ണലിന്റെ അന്ന് തന്നെ പോലീസിനെതിരെ തിരിഞ്ഞിട്ട് പോടാവില്ലേ പോലീസ് എന്ന് വിളിച്ചത് DYFIയും SFIയും പാലക്കാട്ടെ CPMുമാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെയുള്ള സമരങ്ങൾ, പിന്നീട് ഈ സാമുദായിക വർഗീയ സംഘടനകൾ പരസ്പരം കീരിയും പാമ്പും പോലെയുള്ളതെല്ലാം ഇപ്പോൾ ഒറ്റക്കെട്ടായിട്ടുണ്ട്. അപ്പൊ നോക്കൂ എന്തൊക്കെയാണ് വെല്ലുവിളികൾ അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നത് എന്നുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വിഷയങ്ങളാണ്. ഒപ്പം ഈ നേരത്തെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടികൾ, ആ ഗ്യാരണ്ടിക്ക് അദ്ദേഹം ഗ്യാരണ്ടി ചെയ്യുന്നിട്ടുണ്ട്. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ടാണല്ലോ മന്ത്രി പോലും വരുന്നതിന് മുമ്പേ KSRTC ഈ സ്ത്രീകൾ എത്ര പേര് ഒരു ദിവസം യാത്ര ചെയ്യുന്നു എന്നുള്ള കണക്കെടുപ്പ് പോലും അതിന്റെ MDയുടെ ഭാഗത്ത് നിന്ന് കണക്കെടുപ്പ് വരെ തുടങ്ങി. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ മുഖ്യമന്ത്രിയായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്താൽ പറഞ്ഞ കാര്യങ്ങൾ തുടക്കം മുതൽ അതിവേഗത്തിൽ നടപ്പിലാക്കുമെന്നുള്ള ഉദ്യോഗസ്ഥരുടെ പോലുമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണം. ഖജനാവ് കാലിയാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പിന്നീട് ഈ 6.5 ലക്ഷം കോടി രൂപയാണ് കിഫ്ബിയുടേതുൾപ്പെടെയായിട്ടുള്ള കേരളത്തിന്റെ കടം, ഒരു പൊതുകടം. അതായത് നമ്മൾ ഓരോരുത്തരുടെയും തല എണ്ണി 2 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കടക്കാരാണ്. ഇപ്പം ചിലരെന്നല്ല, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് ഒരിടത്ത് ഒരു ലോണും ഇല്ല, ഒരു EMIയും ഇല്ല, ഒന്നുമില്ല, സർവതന്ത്ര സ്വതന്ത്രനാണ്. പക്ഷേ ഞാനും 2 ലക്ഷം രൂപയ്ക്ക് കടക്കാരനാണ്, ADBക്കും വേൾഡ് ബാങ്കിനും. അപ്പോൾ 2 ലക്ഷം രൂപ വീതം പ്രതി തലയ്ക്ക് കടം ഉള്ള ഒരു ഗവൺമെന്റ്. ഇനി ഈ കുറെ ഈ ഓഫറുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നിട്ടുണ്ട്. ജീവനക്കാരുടെ 10 ഗഡു ക്ഷാമബത്ത, അതിന്റെ 286 മാസത്തെ കുടിശ്ശിക, ശമ്പള പരിഷ്കരണം, ഒക്കെയുള്ള കഴിഞ്ഞ ഗവൺമെന്റ് വരുത്തി വെച്ച വൻ ബാധ്യതകൾ, പുതിയതായി പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കണ്ടെത്തേണ്ടുന്ന സാമ്പത്തികം, ഇതെല്ലാം എങ്ങനെ നടപ്പിലാകും എന്നുള്ള ചോദ്യം ഒരു വലിയ ചോദ്യമാണ്. പക്ഷെ അവിടെ തുടക്കം മുതൽ ചെയ്യാൻ പോകുന്നതും ആഗ്രഹിച്ചിരിക്കുന്നതും ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാരുടെ ഈ മുഖ്യമന്ത്രിയുടെയൊക്കെ ഈ എസ്കോർട്ട്, ആ ചെലവുകളൊക്കെ ഇല്ലേ, അതെല്ലാം മിക്കവാറും കുറയ്ക്കും. മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കലൊന്നും ഉണ്ടാകില്ല. പുതിയ വാഹനങ്ങൾ വാങ്ങലുകളോ അതുപോലെയുള്ളതൊന്നും ഉണ്ടാകുകയില്ല. ഒരു പക്ഷേ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണത്തിലും നിയന്ത്രണം കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അതായത് എന്തൊക്കെയാണോ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത് ജനങ്ങളുടെ അപ്രീതി പറ്റിയതും ഖജനാവ് കാലിയാക്കിയതും അതൊന്നും ആവർത്തിക്കാതിരിക്കാൻ. ഇപ്പം പേഴ്സണൽ സ്റ്റാഫിൽ ആരും ഇല്ലാതെ പറ്റില്ലല്ലോ, പക്ഷെ അവിടെ എണ്ണം കുറയ്ക്കാം. ഒരു എസ്കോർട്ട് ഇല്ലാതെ പറ്റില്ലല്ലോ. അതിപ്പം ഈ പോകുന്ന ആളിന് എസ്കോർട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ പോലും കൊണ്ടുപോകേണ്ടുന്ന ബാധ്യത വഴിയിൽ തടസ്സമില്ലാതെയും ഒക്കെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അതൊക്കെ ആവശ്യം തന്നെ, അതായത് ആവശ്യം. പക്ഷേ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ വരുമ്പോൾ ജനങ്ങളൊരു അരമണിക്കൂറോളം ഒതുങ്ങി നിന്ന് കൊടുക്കണം. അതായത് ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി വരാണെങ്കിൽ തന്നെയും ഞങ്ങളെപ്പോലുള്ളവരെല്ലാവരും ഈ പറയുന്ന പോലെ നമ്മൾ ആ കവടിയാറിലോ അല്ലെങ്കിൽ നന്തൻകൂടൊക്കെ മാറി നിന്ന് കൊടുക്കേണ്ടത്, ദേവസ്വം ബോർഡിലേക്ക് മാറി നിന്ന് കൊടുക്കണം. അത് പൊതുജനങ്ങളെല്ലാവരും അതൊരു 10-20 മിനിറ്റോളം അങ്ങനെ നിന്നിട്ട് വേണം പോകാൻ. കാരണം ഈ രാജാവിന്റെ യാത്ര കഴിഞ്ഞാൽ മാത്രമേ പൊതുജനങ്ങൾക്ക് പോകാൻ പറ്റൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയ
തൊഴിലാളി മന്ത്രിയാണ് നമ്മുടെ ഈ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ. പക്ഷെ അതേ സമീപനം തന്നെ വി ഡി സതീശനും സ്വീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ കൊടുത്ത ഒരു മാൻഡേറ്റും ജനങ്ങൾ നൽകുന്ന ഈ ഒരു അംഗീകാരവും ഒപ്പം പ്രതീക്ഷയും ഒക്കെ അവിടെ നഷ്ടപ്പെടും. അപ്പൊ അതില്ലാതിരിക്കാൻ താങ്കൾ പറഞ്ഞ പോലെ അതൊക്കെ ഒഴിവാക്കി പിന്നെ അത്യാവശ്യത്തിന് ഇതൊക്കെ വേണം, എസ്കോട്ടൊക്കെ വേണം. കാരണം പോലീസ് ഒക്കെ നിന്ന് വേണം അത് കൊണ്ടുപോകേണ്ടത്. പിന്നെ ജനങ്ങളെ പേടിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രി ആകാതിരിക്കാൻ സതീശൻ ശ്രമിക്കണമെന്നുള്ളതാണ്. ഇന്ന് തന്നെ പലരും അങ്ങനെ ഒരു തുറന്ന കത്തൊക്കെ നിയുക്ത മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന പോലെ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുവാനും ഒപ്പം ഇതുപോലെ മാധ്യമപ്രവർത്തകരെ കടക്കു പുറത്തോ എന്ന് പറഞ്ഞ് അടച്ചാക്ഷേപിച്ച് പുറത്താക്കുന്ന രീതി ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പിണറായിയുടെ കാലത്ത്. അതില്ലാതാക്കാനും ഒപ്പം തന്നെ ബ്രീഫിംഗ് എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. ആ ബ്രീഫിംഗ് അടക്കം നിർത്തലാക്കിയത് പിണറായി വിജയനാണ്. അപ്പൊ ഇതൊക്കെ തിരികെ കൊണ്ടുവരണം. ജനങ്ങളെല്ലാം കാര്യമായിട്ട് ഒരു മണിക്കൂറോളം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാനല്ല, പകരം ചോദ്യങ്ങൾ ചോദിച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാന്ന്. അതൊക്കെ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തൂടെ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ തിരികെ കൊണ്ടുവരേണ്ടതാണ്. ഇത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ ഈ പറയുന്ന വി ഡി സതീശൻ സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിച്ചില്ലെങ്കിൽ അതിൽ തിരിച്ചടി ഉണ്ടാവും. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവുമായിട്ടാണ് നമ്മളെ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് കൊടുക്കാനുള്ള ഗ്യാരണ്ടി, മറ്റൊന്ന് 3000 രൂപയുടെ പെൻഷൻ, പിന്നൊന്ന് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സൗജന്യ യാത്ര, 2.5 ലക്ഷത്തോളം അല്ല 25 ലക്ഷത്തോളം വരുന്നവർക്ക് 25 ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, പിന്നെ 5 ലക്ഷത്തോളം രൂപ യുവാക്കൾക്ക് നൽകുന്ന ഈ തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ലോണ്, വായ്പ. ഇതൊക്കെയാണ് പദ്ധതികൾ. ഈ പദ്ധതികളിൽ ഈ ആദ്യം നമ്മൾ പറഞ്ഞ 3 പദ്ധതികൾ, പെൺകുട്ടികൾക്ക് 1000 രൂപ, പെൻഷൻ 3000, മറ്റൊന്ന് സൗജന്യ യാത്ര, ഇതൊക്കെ സത്യത്തിൽ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായിട്ടും. പക്ഷെ അതിനെല്ലാം മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് വെറുതെ പറഞ്ഞതൊന്നുമല്ല, എല്ലാം കണക്ക് കൂട്ടി വിദഗ്ധരുമായിട്ടൊക്കെ ആലോചിച്ചിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ധവളപത്രം ഇറക്കും. ഇപ്പം ധനമന്ത്രി ബാലഗോപാൽ ഇപ്പൊ അവസാനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും കയറി പറയുന്നത് 5000 4000 കോടി രൂപ ഇപ്പോഴും ഖജനാവിൽ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇനി അത് അദ്ദേഹം പറഞ്ഞതിനെ വാദത്തിൽ അംഗീകരിച്ചാൽ ഈ 4000-ന്റെ ഇപ്പുറത്ത് 2 പൂജ്യം കൂടി ഇട്ട് കൊടുക്കാനും കൂടെ ഉള്ള അതും കൂടെ പറയണം. അതും കൂടെ കൊടുക്കേണ്ട ബാധ്യത ഈ ഗവൺമെന്റിന്റെ തലയിലാണ്. അപ്പോ വ്യക്തിപരമായി ഒരു സർക്കാർ പെൻഷനർ എന്നുള്ള നിലയിൽ എനിക്ക് എത്ര ലക്ഷം രൂപ തരാനുണ്ടെന്നുള്ളത് എനിക്കറിയാമല്ലോ. ഒരു 5 ലക്ഷത്തിൽ കൂടുതൽ രൂപ എനിക്ക് ഈ ഗവൺമെന്റ് തരാനുണ്ട്. അങ്ങനെ കേരളത്തിലെ പെൻഷൻകാർക്ക് ഒക്കെ ഉള്ളതെല്ലാം കൂടെ കൊടുക്കേണ്ടി വന്നാൽ കേരളം വിറ്റാൽ പോലും കൊടുത്തു തീർക്കാൻ പറ്റുമെന്നൊന്നും പെട്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിനൊക്കെ സാവകാശം കൊടുക്കും ജനം. കാരണം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, പിണറായി സർക്കാരിന്റെ 1ാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1.5 ലക്ഷം കോടി രൂപയായിരുന്നു സഞ്ചിത കടം. 60 വർഷം കൊണ്ട്, 56 മുതൽ 2016 വരെയുള്ള 50 വർഷം കൊണ്ട് 60 വർഷം കൊണ്ട് 1.5 ലക്ഷം കോടി. ഈ ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ 10 വർഷം കൊണ്ട് അവർ മാത്രം 5 ലക്ഷം കോടി. 5 ലക്ഷം പ്ലസ് 1.5 ലക്ഷം 6.5 ലക്ഷം 4 ലക്ഷം കോടിയാണ് നമ്മുടെ പൊതുക്കടം. ആ കടം അവിടെ നിൽക്കുന്നു. ആ കടം തീർക്കണം. ഒപ്പം ഈ പറഞ്ഞതെല്ലാം നടത്തണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എന്ത് വലിയ ഒരു ബാധ്യതയാണ്. പക്ഷേ ഇതിന് അധികം എനിക്ക് തോന്നുന്ന ഒരുപക്ഷെ അദ്ദേഹം ആദ്യം ചെയ്യാൻ പോകുന്നത്, നിർത്തലാക്കാൻ പോകുന്നത്, ഈ കുറെ നടപ്പിലാക്കണമെങ്കിൽ കുറെ നിർത്തലാക്കണം. ഒന്നാമത് നിർത്തലാക്കാൻ പോകുന്നത് ആ ഹെലികോപ്റ്റർ അങ്ങ് തിരിച്ചു കൊടുത്താൽ ഒരു 1 കോടി രൂപ ഒരു മാസം കിട്ടും. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളും ധൂർത്തും അത് ഇതുമൊക്കെ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പടിപടിയായിട്ട് ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഒപ്പം ഈ ഒരുപാട് ഈ ചെറിയ ചെറിയ കോർപ്പറേഷനുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഒരാവശ്യമില്ല. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്. ഇത്രയും വർഷം കൊണ്ട് കേരളം ഉണ്ടായ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഇത് 70-ാം വർഷമാണ്. 70-ാം വർഷത്തിലെ 13ാമത്തെ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ 5ാമത്തെ മുഖ്യമന്ത്രി. അതിലൊക്കെ ഉപരി ഏറ്റവും വലിയ പ്രത്യേകത, സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ ജനിച്ച ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരായവരെല്ലാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ചവരാണ്. അതുപോലെ മന്ത്രിയായിട്ടില്ല. മന്ത്രി ആകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആകുന്ന ആളുകളാണ്. അപ്പൊ അല്ല, അത് വേണേ പിന്നെ നമുക്ക് പല്ലുണ്ട്, കെ കരുണാകരനുണ്ട്, ഇ കെ നായനാരുണ്ട്, അങ്ങനെ പല്ലുണ്ട്. അതേസമയം
അതുകൊണ്ടാണ് ഈ ജെൻസിയുടെ ഒരു പൾസ് ഇദ്ദേഹത്തിന് വന്നത്. അത് വെച്ചിട്ടാണ്, ചുമ്മാ പറഞ്ഞു പോവുകയല്ല. ബദൽ നിർദ്ദേശങ്ങളുണ്ട്. പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു സംഗതിയുണ്ട് രാഷ്ട്രീയത്തിൽ, ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി. ഇവിടെ ആരാ ഞങ്ങളുടെ നേതാവ് എന്നുള്ളതിന് തീരുമാനമായി. എന്താ ഞങ്ങളുടെ പരിപാടി അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പൊ ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന് നടത്തിക്കൊണ്ട് പോകാൻ കഴിയും. ദൂർത്ത് ഒഴിവാക്കാൻ ഏറ്റവും ഒടുവിൽ കിഫ്ബി 250 കോടി രൂപ കടമെടുത്തതിൽ 150 കോടി രൂപയിൽ കൂടുതലും അദ്ദേഹത്തിന്റെ ഹോർഡിങ്സ് വെക്കാനാണ്. ഇനി ഈ ഹോർഡിങ്സ് എല്ലാം കൂടെ താഴെ ഇറക്കാൻ എത്ര രൂപ ചെലവാകും? അല്ല, ഈ അവസാന കാലഘട്ടത്തിൽ അശോക് IAS ഒരു വലിയ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. വലിയ വെളിപ്പെടുത്തലുകളാണ്. അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനും ഉണ്ട്. അതൊക്കെ നമ്മൾ പല സോഷ്യൽ മീഡിയയിലും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ തന്നെയാണ് താങ്കൾ ഈ പറഞ്ഞ പോലെ 200-250 കോടി രൂപ ഹോർഡിങ്സുകൾക്ക് മാത്രമായിട്ട് ചിലവഴിക്കുന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിന്നാൽ നമുക്കിനി മുന്നോട്ട് പോകുന്ന സമയത്തിന് തുടക്കം ചിലപ്പോൾ 18-ാം തീയതി സത്യപ്രതിജ്ഞ താങ്കൾ ഈ പറയുന്ന പോലെ വലിയ കടമ്പയാണ് കടക്കാനുള്ളത് സതീശന്. പക്ഷെ ഇതൊക്കെ കടന്ന് വളരെ കൃത്യമായി മുന്നോട്ട് പോകുമെന്ന് വിശ്വാസത്തോടുകൂടി അദ്ദേഹം തുടങ്ങുമ്പോഴും സ്വന്തം പാളയത്തിൽ തന്നെ പട ഒരുങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമോ? അല്ലെ, പാളയത്തിലെ പടയും ഒക്കെ ഏതാണ്ട് തീർന്നു. ഈ സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വെടിനിർത്തല് കരാറൊക്കെ ഒപ്പിട്ട് നാട്ടുകാരെയൊക്കെ അറിയിച്ചിട്ടാണ് ഈ വെടി നിർത്തുന്നത്. പക്ഷെ യു ഡി എഫിനകത്ത് വലിയ കലാപമൊന്നും ഉണ്ടായില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് ദിവസം ചർച്ചയും ഒക്കെ നടന്നു എന്നുള്ളതാണ്. പക്ഷെ അതും കേട്ടാൽ തോന്നും കേരളത്തിൽ ആദ്യത്തെ സംഭവമാണെന്ന്. അല്ല, 1957 ആദ്യ മന്ത്രിസഭയായ EMSന്റെ മന്ത്രിസഭ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ഗവൺമെന്റ്, വോട്ട് എണ്ണി കഴിഞ്ഞിട്ട് 12 ദിവസം കഴിഞ്ഞിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അവിടെ എന്ത് തർക്കം ഉണ്ടായിരുന്നു? ശ്രീ പിണറായി വിജയന്റെ രണ്ടാം പിണറായി സർക്കാർ അവിടെ വോട്ട് എണ്ണിയത് മെയ് 2-നാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് മെയ് 20-ന്. 18 ദിവസം എടുത്തു. ഇവിടെ 11 ദിവസമേ എടുത്തുള്ളൂ. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയകളും ചാനലുകളും ഇതുപോലെ ഇല്ലാത്തത് കൊണ്ട് അത്രയും വാർത്താ പ്രാധാന്യം അന്ന് കിട്ടിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് മേഖലകളിൽ നിന്നും പണം കണ്ടെത്താനായിട്ടൊക്കെയുള്ള, എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഒരു ധനകാര്യമന്ത്രിയെ അദ്ദേഹം കണ്ടെത്തും എന്നുള്ളതാണ്. ആ ധനകാര്യമന്ത്രിക്ക് ഒരുപാട് മേഖലകളിൽ നിന്നും കിട്ടാവുന്നതും, അത് അദ്ദേഹം തന്നെ ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് റിസോഴ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, സോഴ്സസിനെ കുറിച്ചും ഒക്കെ VD സതീശൻ പറയുന്നുണ്ട്. അതെ, അപ്പൊ ഇതൊക്കെയാണ്, ഈ ധാരണകളാണ് ജനത്തിനെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതെ, കാരണം വിഷനുള്ള ഒരു മന്ത്രി, വിഷനുള്ള ഒരാൾ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പറഞ്ഞതാണ്. അല്ലാതെ സതീശൻ ഇവിടെ തേനും പാലും ഒഴുക്കാനൊന്നും പോകുന്നില്ല, എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു വിഷനുണ്ട്, ഈ കേരളത്തിനെ കുറച്ചുകൂടി പ്രത്യേകമായിട്ടുള്ള തരത്തിലേക്ക് എത്തിക്കാൻ കഴിയും, അഴിമതി നടത്താതെ കൊണ്ടുപോകാൻ കഴിയുമെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം ജനങ്ങൾക്ക് വന്നു. അത് ഉണ്ടാകരുത് എന്നുള്ളതാണ്. പക്ഷേ ഈ 10 വർഷക്കാലത്തിന് ശേഷം UDF അധികാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഇനിയുള്ള 5 വർഷക്കാലം VD സതീശൻ എന്ന് പറയപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ എല്ലാ മേഖലകളും, സംസ്ഥാന മേഖലകളിലും, ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെ ജനഹൃദയങ്ങളിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കഴിയുമെന്നുള്ളൊരു തരത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും. അതേപോലെ ഈ ഇദ്ദേഹത്തിന് ഈ നിലപാടുകൾ മാത്രമല്ല, കാഴ്ചപ്പാടും ഒരു വലിയ വിഷയമാണ്. ആ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വരി ഞാൻ ഓർമ്മിപ്പിക്കാം. സ്വർണത്തിന് പണ്ട് 3000 രൂപയായിരുന്നു ഒരു പവന്. ഇപ്പോൾ അത് 1,23,000 ആയി. അന്ന് കിട്ടിക്കൊണ്ടിരുന്ന ടാക്സ് ആണ് ഇപ്പോഴും കിട്ടുന്നത്. ഇതെന്ത് കണക്കാ? അപ്പൊ അത്തരം മേഖലകളൊക്കെ ഉണ്ട്. അതുപോലെ GSTയുടെ കാര്യത്തിൽ IGST എന്ന് പറഞ്ഞ് കിട്ടേണ്ടുന്ന ചില തുകകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ പുതിയ സെസ്സുകളൊന്നും അടിച്ചേൽപ്പിക്കാതെ തന്നെ വരുമാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ധൂർത്തും മറ്റു കാര്യങ്ങളുമൊക്കെ ഒഴിവാക്കി കുറേ കാര്യങ്ങൾ ചെയ്താൽ ഒരു മാസം എത്ര കോടി രൂപ ഖജനാവിന് ലാഭിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതിനെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം പിന്തുണ കൊടുക്കുന്നത് ജനങ്ങൾ തന്നെയായിരിക്കും. അല്ല, ജനങ്ങൾ തന്നെ പിന്തുണ വേണ്ടി വന്നാൽ ഈ പണ്ട് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഈ ഗവൺമെന്റിനെയും ഇദ്ദേഹത്തെയും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ വേണമെങ്കിൽ ഗവൺമെന്റിനെ സഹായിക്കാൻ പറ്റുന്നവർ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാം, സഹകരിക്കാം. ഈ ചില യുദ്ധമൊക്കെ വരുമ്പോൾ ആളുകൾ സന്നദ്ധരാകും, സ്വയം സന്നദ്ധരാകും. അത് ജനങ്ങളുടെ മനസ്സാണ്, ജനങ്ങളുടെ പ്രതീക്ഷയാണ്. അതിനനുസരിച്ചിട്ട് സതീശൻ ഉയർന്നില്ലെങ്കിൽ ഈ കണക്കുകളും കാര്യങ്ങളൊക്കെ താങ്കൾ പറയുന്ന പോലെ
ശരിയായിരിക്കാം. അങ്ങനത്തെ വലിയ പ്രതീക്ഷയിലാണ് അദ്ദേഹം വരുന്നത്. ആ വിഷനുള്ള നേതാവാണ് എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്തതും. അതുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇവരോടൊപ്പം ഞങ്ങൾ കൈയോട് കൈ ചേർന്ന് നിങ്ങളോടൊപ്പം നിൽക്കാമെന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്നത് കേരളത്തിനെ കുറിച്ച് സതീശൻ പറഞ്ഞ വാക്കുകളിലെ വിശ്വാസമാണ്. ആ വിശ്വാസം പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതേ പറഞ്ഞ ആളുകൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ആന്റണി പറഞ്ഞ പോലെ ഇപ്പോൾ അഭിനന്ദിക്കുന്നവർ നാളെ ഇതേപോലെ തന്നെ അദ്ദേഹത്തിന് വഴിയിൽ തടഞ്ഞു നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും, അല്ലേ? അപ്പൊ അതുണ്ടാകാതിരിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് 2026 ഈ പറയുന്ന മെയ് മാസം 18-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏറാൻ പോകുന്ന സതീശന് എല്ലാവിധ ആശംസകളും.